ഹലോ മൈ ഡിയർ ക്ലാസ് 9 CBSE ഫാമിലി മക്കളെ, വെൽക്കം ബാക്ക് ടു ഫ്യൂച്ചർ ഫാമിലി. ഞാൻ നിങ്ങളുടെ സ്വന്തം ഹരിസാറാണ്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് സോഷ്യൽ സയൻസിലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം, നമ്മുടെ മാറിയ NCERT സിലബസ് പ്രകാരം നിങ്ങളുടെ സോഷ്യൽ സയൻസിലെ ആദ്യത്തെ ഒരു യൂണിറ്റ് ആണ് അണ്ടർസ്റ്റാൻഡിങ് ദ സോഷ്യൽ സയൻസിൽ അണ്ടർസ്റ്റാൻഡിങ് ദ സൊസൈറ്റി എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ. അപ്പൊ ഈ ചാപ്റ്ററിലെ ആദ്യത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് തന്നെ, ഈ യൂണിറ്റിലെ ആദ്യത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് തന്നെ സോഷ്യൽ സയൻസ് എന്താണ്, എങ്ങനെയാണ്, അതുമായി ബന്ധപ്പെട്ട ഫാക്ടറുകൾ എന്തൊക്കെയാണ്, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറെ ഈ പറഞ്ഞുള്ള സയന്റിഫിക് മെത്തേഡുകൾ എന്തൊക്കെയാണ്, അതുമായി ബന്ധപ്പെട്ടുള്ള കുറെ പഠന ബ്രാഞ്ചസുകൾ എന്തൊക്കെയാണ് സോഷ്യൽ സയൻസുമായി ബന്ധപ്പെട്ടിട്ട്. അപ്പം ഇതൊക്കെയാണ് ആ ചാപ്റ്ററിൽ നിങ്ങൾ പഠിക്കുന്നത്. ഫ്യൂച്ചർ, സ്കോപ്പ്, മീനിങ് ഒക്കെയാണ് നമ്മൾ ആ ചാപ്റ്ററിൽ സോഷ്യൽ സയൻസുമായി ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത്. ആദ്യത്തെ ചാപ്റ്ററിൽ, യൂണിറ്റ് അല്ല ചാപ്റ്ററിൽ. അപ്പം ഈ പറഞ്ഞിട്ടുള്ള യൂണിറ്റിലെ ഈ ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് സോഷ്യൽ സയൻസിലെ ഹിസ്റ്ററി എന്ന് പറഞ്ഞ ഭാഗത്തിന് എത്രത്തോളം പ്രാധാന്യമുണ്ട് എന്നുള്ള കാര്യം. അപ്പൊ ഇങ്ങനെയായിരിക്കും നിങ്ങളുടെ എക്സാമിന് ചോദ്യം ചോദിക്കാൻ പോകുന്നത്. വാട്ട് ഈസ് ദി ഇമ്പോർട്ടൻസ് ഓഫ് ഹിസ്റ്ററി വിത്ത് റെസ്പെക്ട് ടു സോഷ്യൽ സയൻസ് എന്നാണ് ചോദിക്കാൻ പോകുന്നത്. അല്ലെങ്കിൽ സോഷ്യൽ സയൻസുമായി ബന്ധപ്പെട്ടിട്ട് ഈ പറഞ്ഞ ഹിസ്റ്ററിയുടെ പങ്ക് എന്താണ്, അല്ലെങ്കിൽ അതിന്റെ റോൾ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്റെ മക്കളെ എഴുതേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ് ഹിസ്റ്ററി എന്ന് പറഞ്ഞ സാധനം സോഷ്യൽ സയൻസിൽ ഏറ്റവും കണ്ണിങ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട സുപ്രധാനമായിട്ടുള്ള ഒരു ഘടകമാണെന്ന് ആലോചിച്ച് വെക്കാം. ഇതില് ഹിസ്റ്ററിയിൽ നിങ്ങൾ പഠിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നിങ്ങൾ അറിഞ്ഞിരിക്കുക, ഹിസ്റ്ററി നമുക്ക് എവിടെ നിന്ന് അതിന്റെ സോഴ്സസ് കിട്ടുക, അല്ലെങ്കിൽ അത് പഠിക്കുമ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്മൾ ഫസ്റ്റ് വേൾഡ് വാർ പഠിക്കുകയാണ്, അല്ലെങ്കിൽ ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് നമ്മൾ പഠിക്കുകയാണ്. ഇതൊക്കെ നമുക്ക് എവിടെ നിന്നായിരിക്കും അതിന്റെ തെളിവുകൾ കിട്ടുക, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് എവിടെ നിന്നാണ് അച്ചീവ് ചെയ്തെടുക്കാൻ പറ്റുക? ഇത്രേ ഉള്ളൂ. ഈ പറഞ്ഞിട്ടുള്ള ലിറ്റററി സോഴ്സസ് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട്. എന്താ നമ്മൾ അതിനെ വിളിക്കുക? ഈ പറഞ്ഞുള്ള സാഹിത്യപരമായിട്ടുള്ള കുറെ കൃതികൾ, കുറെ ആളുകൾ എഴുതി വെച്ച കാര്യങ്ങൾ കാണാൻ പറ്റും, കുറെ യാത്രക്കാർ എഴുതി വെച്ച യാത്രാക്കുറിപ്പുകൾ കാണാൻ പറ്റും. ഇതിൽ നിന്നൊക്കെ നമുക്ക് ഒരുപാട് ഹിസ്റ്ററിയെ പറ്റിയിട്ടുള്ള വിവരണങ്ങൾ കേൾക്കാൻ പറ്റും, അല്ലെങ്കിൽ കാണാൻ പറ്റും. ഇവിടെ നിങ്ങൾ അറിഞ്ഞിരിക്കുക, ഇവിടെ ഈ ഒരു പിക്ചറിൽ ഈ ഭാഷ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഇതൊരിക്കലും ഹിന്ദി അല്ല, അല്ലെങ്കിൽ മറ്റ് ഈ പറഞ്ഞിട്ടുള്ള ഉറുദു അല്ല. ഇതെന്താണ് ആക്ച്വലി? ഇത് സാൻസ്ക്രിറ്റ് എന്ന് പറഞ്ഞൊരു ഭാഷയാണ്. അപ്പൊ ആക്ച്വലി പഴയ കാലത്തുള്ള ആളുകൾ വേദങ്ങളായിക്കോട്ടെ, അല്ലെങ്കിൽ ഉപനിഷത്തുകളായിക്കോട്ടെ, ഇതൊക്കെ എഴുതിയിരുന്നത് ഇത്തരത്തിലുള്ള ഭാഷയിലായിരുന്നു. അതായത് ഈ പറഞ്ഞ സാൻസ്ക്രിറ്റ് പോലുള്ള ഭാഷയിലായിരുന്നു എഴുതിയത്. പിൽക്കാലത്ത് ബുദ്ധമതത്തിന്റെ ഒരു ആവിർഭാവത്തോടു കൂടി, അല്ലെങ്കിൽ പറഞ്ഞ ജൈനമതത്തിന്റെ ആവിർഭാവത്തോടു കൂടിയിട്ടാണ് പാലി ഭാഷയിലും പ്രാകൃത ഭാഷയിലൊക്കെ സാധാരണ ആളുകൾക്ക് മനസ്സിലാവുന്ന ഈ പറഞ്ഞിട്ടുള്ള എന്താ പറയുക നേറ്റീവ് ലാംഗ്വേജിൽ എഴുതാൻ വേണ്ടിയിട്ട് ആളുകൾ തയ്യാറായത്. അപ്പൊ ആദ്യകാലങ്ങളിൽ നമ്മൾ കാണുന്നത് എന്താണ്? സാൻസ്ക്രിറ്റ് ഭാഷ തന്നെയാണ്. അപ്പൊ ഈ പറഞ്ഞ ഭാഗങ്ങളിൽ നിന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഹിസ്റ്ററിയെ പറ്റിയുള്ള ഏകദേശം ഒരു ധാരണ കിട്ടാൻ പറ്റും. എന്ത് ചെയ്താൽ? ട്രാൻസ്ലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഈ ഭാഷയെ നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ട്രാൻസ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും? അന്നുണ്ടായിരുന്ന ഒരു ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള ഒരു ആസ്പെക്ട് എന്താണ്, അവിടെ ഉണ്ടായിരുന്ന സൊസൈറ്റി എന്താണ്, അല്ലെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന ഒരു കൾച്ചർ എന്താണ് എന്നുള്ള കാര്യം നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അതാണ് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്. രണ്ടാമത് എന്താണ്? ആർക്കിയോളജിക്കൽ സോഴ്സസ് എന്ന് പറഞ്ഞു നോക്കുന്നത്. എന്താ സാർ ആർക്കിയോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ആർക്കിയോളജി മീൻസ് നിങ്ങൾ മനസ്സിലേക്ക് വരണം, പുരാവസ്തു ഗവേഷണം എന്നാണ് നമ്മൾ അതിനെ സിമ്പിൾ ആയിട്ട് മലയാളത്തിൽ പറയാം. അതായത് പണ്ട് ആളുകൾ ഉപയോഗിച്ചിരുന്ന കുറെ വസ്തുക്കളെ പറ്റിയിട്ടും, അല്ലെങ്കിൽ ആ ആളുകൾ ഉപയോഗിച്ചിരുന്ന എന്താ പറയാ അവരുടേതായിട്ടുള്ള കുറെ പോയംസ് അല്ലെങ്കിൽ സ്റ്റോറീസ്, അതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളും ഇൻസ്ക്രിപ്ഷൻസിനെ പറ്റിയിട്ടും, അവരുണ്ടാക്കി വെച്ചിട്ടുള്ള കുറെ എന്താ പറയുക എന്താ പറയുക ആർട്ടിസാൻ ഫാക്ടറി, കരകൗശല സാധനങ്ങൾ, ഓക്കെ, പ്രോഡക്റ്റ്, സിമ്പിൾ ആയിട്ട് നമ്മൾ അങ്ങനെ പറയാം അല്ലെ. ഓക്കെ, മലയാളം നിങ്ങൾ നോക്കേണ്ട, CBSE നിങ്ങൾക്ക് മലയാളം പ്രശ്നമാക്കേണ്ട, ആർട്ടിഫാക്ട്സ് എന്ന് നിങ്ങൾ പഠിച്ചു വെച്ചാൽ മതി. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, അപ്പൊ നിങ്ങൾ അറിയാം, ഈ പറഞ്ഞിട്ടുള്ള ടെറാക്കോട്ടയുടെ ഒരു കളിമൺ പ്രതിമയൊക്കെ നമുക്ക് പഴയ ഹാരപ്പൻ സിവിലൈസേഷനിലും മെസപ്പൊട്ടോമിയൻ സിവിലൈസേഷനിലും ഇൻഡസ് വാലി സിവിലൈസേഷൻ നമ്മൾ കോമൺ ആയിട്ട് വിളിക്കുന്ന ഇത്തരത്തിലുള്ള സിവിലൈസേഷൻസ് നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്. ഇതൊക്കെ എന്താണ്? എവിഡൻസസ് ആണ്. അന്നുള്ള ആളുകൾ എങ്ങനെയായിരുന്നു ജീവിച്ചിരുന്നത്, അല്ലെങ്കിൽ അന്നുള്ള ആളുകൾ കൾച്ചറലി എത്രത്തോളം ഇംപ്രൂവ്ഡ് ആയിരുന്നു എന്നുള്ള കാര്യങ്ങളെ പറ്റിയിട്ടുള്ള നമുക്കൊരു തെളിവ് കിട്ടുന്നത്, ഒരു എവിഡൻസ് കിട്ടുന്നത് ഇത്തരത്തിലുള്ള ആർട്ടിഫാക്ട്സിൽ നിന്നാണ്, ഇത്തരത്തിലുള്ള ആർക്കിയോളജിക്കൽ എവിഡൻസസിൽ നിന്നാണ്. ഇവിടെ നിങ്ങൾ നോക്കിയാൽ മതി, ഇവിടെ ഒരു പ്രതിമ കാണാൻ പറ്റും. ഇതൊരു ദൈവ വിഗ്രഹമാണ്. സ്വാഭാവികമായിട്ടും ഈ പറഞ്ഞ സ്കൾപ്ചർ ഓഫ് വിഷ്ണു ഫ്രം ദി 12th century CE എന്ന് പറഞ്ഞു നോക്കണം. അതായത് 12ാം നൂറ്റാണ്ടിൽ ഉണ്ടായിരുന്ന വിഷ്ണു, അതായത് നമ്മൾ ഭക്തി പ്രസ്ഥാനം എന്നൊക്കെ പറയുന്ന കുറെ പ്രസ്ഥാനങ്ങളെ പറ്റിയിട്ടൊക്കെ നിങ്ങൾക്ക് മുന്നോട്ട് പോകുമ്പോൾ കാണാനുണ്ട്. അവിടെയൊക്കെ നിങ്ങൾ ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ കാണും. ഓക്കെ, നിങ്ങൾ ദശാവതാരം സിനിമ കണ്ടോ എന്ന് എനിക്കറിയില്ല. അതിൽ ഈ പറഞ്ഞിട്ടുള്ള വളരെ വ്യക്തമായിട്ട് പ്രതിമകളെ പറ്റിയിട്ടും, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഭക്തി പ്രസ്ഥാനങ്ങളെ പറ്റിയിട്ടും, അന്നുണ്ടായിരുന്ന കൾച്ചറിനെ പറ്റിയിട്ടൊക്കെ പറയുന്നുണ്ട്. നിങ്ങൾ പറ്റുവെച്ചാൽ ആ ഒരു സിനിമ കണ്ടിട്ടില്ലെങ്കിൽ കുറേ വർഷങ്ങൾക്ക് മുന്നേ ഇറങ്ങിയ സിനിമയാണ്. എന്നാൽ പോലും ഇത് ഇപ്പോൾ കണ്ടാലും നിങ്ങൾക്ക് ചിലപ്പോൾ ഒരുപക്ഷെ കണക്ട് ചെയ്യാൻ പറ്റും, കാരണം നമ്മൾ പഠിക്കുന്നത് അതാണ്. ഇനി ഈ പറഞ്ഞിട്ടുള്ള നെക്സ്റ്റ് പ്രധാനപ്പെട്ട സാധനമാണ് എപ്പിഗ്രഫിക് സോഴ്സസ് എന്ന് പറഞ്ഞാൽ. എന്താ സാർ എപ്പിഗ്രഫി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? എപ്പിഗ്രഫി മീൻസ് എഴുത്തുമായി ബന്ധപ്പെട്ടുള്ള, അല്ലെങ്കിൽ റൈറ്റിംഗ്സുമായി ബന്ധപ്പെട്ട കാര്യത്തിനാണ് നമ്മൾ എപ്പിഗ്രാഫി എന്ന് പറയുക. ഓരോന്നിനും ഓരോ പഠനശാഖയുണ്ട്. ഇപ്പൊ കണ്ണിനെ പറ്റി പഠിക്കുന്ന ഒഫ്താൽമോളജി ആണെങ്കിൽ, അതേപോലെ തന്നെ നമ്മൾ എഴുത്തിനെ പറ്റി പഠിക്കുന്ന ഒരു ശാസ്ത്രശാഖയാണ്, ഒരു ബ്രാഞ്ച് ഓഫ് സയൻസ് ആണ് എന്ന് പറയുന്ന എപ്പിഗ്രാഫി എന്ന് പറഞ്ഞ സംഭവം. സ്വാഭാവികമായിട്ട് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഒരു പാറയമേൽ എഴുതിയിട്ട് ഇവര് പറഞ്ഞിട്ടുള്ള അശോകന്റെ ഇൻസ്ക്രിപ്ഷൻസ് ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ എനിക്കറിയില്ല. അശോകന്റെ ഇൻസ്ക്രിപ്ഷൻ ആയിക്കോട്ടെ, ഇവര് കാലാകാലങ്ങളോ ഈ ഇൻസ്ക്രിപ്ഷൻസ് അവിടെ നിൽക്കണം എന്നുള്ളൊരു
ഒരു തോട്ടിൽ നിന്നാണ്, അതായത് സ്ട്രോങ് ആയിട്ടുള്ള ഈ പറഞ്ഞിട്ടുള്ള പെട്ടെന്നൊന്ന് മഴ പെയ്താലോ കാറ്റടിച്ചാലോ നശിക്കപ്പെടാത്ത സാധനങ്ങൾ അവരെന്ത് ചെയ്തത് ഈ പറഞ്ഞ ഇൻസ്ക്രിപ്ഷൻസ് എഴുതി വെക്കുകയുണ്ടായി. അപ്പൊ ഈ പറഞ്ഞിട്ടുള്ള ബ്രാഹ്മി ഇൻസ്ക്രിപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇതൊരു ഭാഷയാണ്, ബ്രാഹ്മി എന്ന് പറഞ്ഞ ഒരു ഭാഷയാണ്, പഴയ കാലത്ത് ഉണ്ടായിരുന്ന ഒരു ഭാഷയാണ്. പാലിയും പ്രാകൃതം പോലുള്ള ഒരു ഭാഷ തന്നെയാണ് ബ്രാഹ്മി എന്ന് പറയുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ട് ഈ പറഞ്ഞ സാധനം നമുക്ക് ഗുപ്ത കാലഘട്ടത്തിൽ നിന്ന് കിട്ടിയതാണ്. ഗുപ്ത പീരീഡ് എങ്ങനെയാണോ അവിടെയുള്ള എന്താ പറയുക ഈ പറഞ്ഞിട്ടുള്ള ഫൈനാൻഷ്യൽ സിസ്റ്റം എങ്ങനെയാണ്, അവരുടെ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം എങ്ങനെയാണ്, ഇതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി രാജാക്കന്മാർ എന്തൊക്കെ ചെയ്തു എന്നുള്ള കാര്യങ്ങളൊക്കെ അവരെന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതുപോലെ കൊത്തുപണികളാൽ അല്ലെ ഈ പറഞ്ഞിട്ടുള്ള പാറകളിൽ അവരെന്ത് ചെയ്തു, കൊത്തി വെച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്, കാർവ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു പറഞ്ഞു വെക്കുന്നുണ്ട്. അതിനെയാണ് നമ്മൾ എഴുത്ത് എന്ന് പറയുക. അത് ബ്രാഹ്മി ലിപിയിലാണ് അവരെന്ത് ചെയ്തിട്ടുള്ളത്, എഴുതിയിട്ടുള്ളത്, ഓർത്ത് വെക്കുക. ഓക്കെ, ഈ പറഞ്ഞ കന്നഡ ഇൻസ്ക്രിപ്ഷൻ ഓഫ് എംപറർ കൃഷ്ണദേവരായ എന്ന് പറയുന്നത് നമുക്കറിയാം, നിങ്ങൾക്ക് എല്ലാവർക്കും വിജയനഗര എംപയർ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. വിജയനഗര എംപയറുമായി ബന്ധപ്പെട്ടിട്ട് ഈ പറഞ്ഞ കൃഷ്ണദേവരായ ദ അണ്ടർഗ്രൗണ്ട് ഓഫ് ശിവ ടെമ്പിൾ, പ്രസന്ന വീരുപാക്ഷ ടെമ്പിൾ ഇൻ ഹംപി എന്ന് പറഞ്ഞു. നിങ്ങൾ ഹംപി എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ പ്രസന്ന വിരൂപാക്ഷ ടെമ്പിൾ എന്ന് പറഞ്ഞ ടെമ്പിൾ ഉണ്ട്. അതിന്റെ ഒരു അണ്ടർഗ്രൗണ്ടിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോഴും ഇൻസ്ക്രിപ്ഷൻ കാണാൻ പറ്റും. കൃഷ്ണദേവരായർ എഴുതി വെച്ചിട്ടുള്ള ഇൻസ്ക്രിപ്ഷൻസ് നിങ്ങൾക്ക് ഇപ്പോഴും കാണാൻ പറ്റും കേട്ടോ. ഓക്കെ, അപ്പൊ ആ ഒരു കാര്യം ഓർത്ത് വെക്കുക. അപ്പൊ എപ്പിഗ്രഫി എന്ന് പറഞ്ഞാൽ a historical source of consisting of text, decrees or records inscribed on durable materials such as stone, അതുപോലെ തന്നെ മെറ്റൽ പ്ലേറ്റ്സ് ഓർ റോക്ക് സർഫേസസ്. ദീസ് ഇൻസ്ക്രിപ്ഷൻസ് പ്രൊവൈഡ് ഡയറക്റ്റ് എവിഡൻസ് അബൌട്ട് പാസ്റ്റ് ഇവന്റ്സ്, റൂളേഴ്സ്, അഡ്മിനിസ്ട്രേഷൻ ആൻഡ് സൊസൈറ്റി എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളെ പറ്റിയിട്ട് നമുക്ക് ഈ പറഞ്ഞിട്ടുള്ള ഇൻസ്ക്രിപ്ഷൻസ് നിന്ന് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. അവർ എഴുതി വെച്ചിട്ടുണ്ടാവും. അങ്ങനെയാണ് നമ്മൾ അശോക ചക്രവർത്തിനെ പറ്റിയിട്ടും കലിംഗ യുദ്ധത്തിനെ പറ്റിയിട്ടും ബുദ്ധമതത്തിന്റെ ഇൻഫ്ലുവൻസിനെ പറ്റിയിട്ടൊക്കെ നമ്മൾ ഈ പറഞ്ഞ മൗര്യ സാമ്രാജ്യവുമായി ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത്. അപ്പൊ എപ്പിഗ്രഫി മറ്റൊന്നാണ്. ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ന്യൂമിസ്മാറ്റിക് സോഴ്സസ് എന്ന് പറഞ്ഞാൽ. ഇത് ഒരു പഠനശാഖ തന്നെയാണ്. ഒരു ബ്രാഞ്ച് ഓഫ് എന്താ പറയുക സയൻസ് ആണ്. എന്തുമായി ബന്ധപ്പെട്ടിട്ടാണ് നമുക്ക് കാണാൻ പറ്റും, നാണയങ്ങളുമായിട്ട് അല്ലെങ്കിൽ കറൻസിയുമായി ബന്ധപ്പെട്ടതിനാണ് നമ്മൾ ന്യൂമിസ്മാറ്റിക്സ് എന്ന് വിളിക്കുക. സ്വാഭാവികമായിട്ടും ഈ പറഞ്ഞ കറൻസികൾ എങ്ങനെയാണ് സാർ ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ടിരിക്കുക, നിങ്ങൾ ചിന്തിച്ചു നോക്കിയാൽ മക്കളെ, അന്നുള്ള കാലത്ത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ഗുപ്ത പീരീഡ് തന്നെ എടുക്കുകയാണെങ്കിൽ ഗുപ്ത പീരീഡിൽ എങ്ങനെയാണ് ട്രേഡും കാര്യങ്ങളും നടന്നത്, അവർ ഈ പറഞ്ഞിട്ടുള്ള ഫൈനാൻഷ്യൽ മാറ്റേഴ്സ് അല്ലെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള സിസ്റ്റം ഓഫ് എക്കണോമിക്സ് എങ്ങനെയാണ് അവിടെ നടന്നിരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറ്റി വ്യക്തമായിട്ടുള്ള ധാരണ കിട്ടാൻ വേണ്ടി നമുക്ക് അന്ന് ഉപയോഗിച്ചിരുന്ന നാണയങ്ങൾ അല്ലെങ്കിൽ കച്ചവടത്തിന് അവർ ഉപയോഗിച്ചിരുന്ന നാണയങ്ങൾ, ട്രാൻസാക്ഷൻ അവർ ഉപയോഗിച്ചിരുന്ന കറൻസികൾ എന്നിവയെ പറ്റി പഠിക്കുമ്പോൾ അന്ന് അവിടെ എത്രത്തോളം ഫൈനാൻഷ്യലി ഇംപ്രൂവ്ഡ് ആയിരുന്നു അല്ലെങ്കിൽ അവർ എത്രത്തോളം താഴെയായിരുന്നു എന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റുക. അപ്പൊ ഈ പറഞ്ഞിട്ടുള്ള നാണയ പഠനം എന്തിനെ സൂചിപ്പിക്കുന്നുണ്ട്, അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്ന അവസ്ഥയെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. അപ്പൊ ഹിസ്റ്ററി പഠിക്കുന്ന സമയത്ത് ന്യൂമിസ്മാറ്റിക്സ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അതിൽ നിന്ന് ഈ പറഞ്ഞ പഞ്ച് മാർക്ക്ഡ് കോയിൻസ് എന്ന് പറഞ്ഞ കോയിൻസ് ഒക്കെ ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത് ഏത് രാജവംശത്തിന്റെ ഏത് ഡൈനാസ്റ്റിയുടെ കീഴിലാണ് എന്നുള്ളതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് എന്ത് ഉപയോഗിക്കാം, ഈ പറഞ്ഞ നാണയങ്ങൾ ഉപയോഗിക്കാം. നാണയങ്ങളെ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ നോക്കിയേ, എ കോയിൻ യൂസ്ഡ് കിങ് സമുദ്രഗുപ്ത എന്ന് പറയുന്ന മൗര്യ സാമ്രാജ്യത്തിനുണ്ടായിരുന്ന ചന്ദ്രഗുപ്ത മൗര്യനെയാണ് നമ്മൾ സമുദ്രഗുപ്ത എന്നൊക്കെ വിളിക്കുക. അപ്പൊ സമുദ്രഗുപ്തന്റെ 4th സെഞ്ചുറി സിയിലേക്കാണ് നമ്മൾ ഇത്തരത്തിലുള്ള കോയിൻസ് കാണുക. അതിനുശേഷം ഇവിടെ ഈ കാണുന്ന കോയിൻസ് ഇല്ല, ഇത് ആക്ച്വലി എ മുഗൾ കോയിൻ ഇഷ്യൂഡ് ഡ്യൂറിംഗ് ദ റെയിൻ ഓഫ് ജഹാംഗീർ എന്ന് പറഞ്ഞു. ജഹാംഗീറിന്റെ കാലഘട്ടത്തിൽ ബാബറിന് ശേഷം ആരൊക്കെ വന്നു, അക്ബർ വന്നു, ഈ പറഞ്ഞിട്ടുള്ള ഒരുപാട് ഹുമയൂൺ വന്നു, അല്ല ഔറംഗസേബ് വന്നു. ജഹാംഗീറിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു കോയിനെയാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുക. അപ്പൊ അന്ന് ഓരോ രാജാവും ഭരിക്കുന്ന സമയത്ത് എങ്ങനെയായിരുന്നു ഇന്ത്യയിൽ ഉണ്ടായിരുന്ന പ്രോസ്പെരിറ്റി അല്ലെങ്കിൽ പ്രോസ്പെറസ് ആയിട്ടുള്ള കണ്ടീഷൻ എന്തൊക്കെയാണ് എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് എന്ത് ഉപയോഗിക്കാം, ഈ പറഞ്ഞ കോയിൻസ് എന്ന് പറയുന്ന സാധനത്തിനെ ഉപയോഗിക്കാം. അപ്പൊ ഞാൻ വായിച്ചു തരാം. ന്യൂമിസ്മാറ്റിക് സോഴ്സ് എന്ന് പറയുന്ന ഹിസ്റ്റോറിക്കൽ സോഴ്സ് കംപ്രൈസിംഗ് കോയിൻസ്, കറൻസി or medals. Numismatics helps historians study the economy, chronology എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാലഘട്ടം ഏതാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. റൂളേഴ്സ്, ട്രേഡ്, പൊളിറ്റിക്കൽ ബൗണ്ടറീസ് ആൻഡ് കൾച്ചർ ഓഫ് സിവിലൈസേഷൻസ് ത്രൂ ദി മെറ്റൽ കണ്ടന്റ്, ഇൻസ്ക്രിപ്ഷൻസ് ആൻഡ് സിമ്പിൾ ഓൺ കോയിൻസ് എന്ന് പറഞ്ഞുകൊണ്ട് ആ കോയിന്റെ മുകളിൽ ഉണ്ടായിരുന്ന സിമ്പിളുകൾ മനസ്സിലാക്കിക്കൊണ്ട് ഇപ്പൊ ഓരോ രാജാവിന്റെ മുഖമായിരിക്കും ഒരുപക്ഷെ ആ കോയിനിൽ ഉണ്ടാവുന്ന സിമ്പിൾ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് അറിയാം, ഓക്കെ, ആ രാജാവിനെ തന്നെ കാണിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നാട്ടുകാരുടെ മൊത്തം ഞാനാണ് രാജാവ് എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളൊക്കെ ആയിരുന്നു ആ കോയിനിൽ അയാളുടെ മുഖം തന്നെ പതിപ്പിക്കുക. ഇത് രാജനാണയമാണ്, ഇത് കൊടുത്തു കഴിഞ്ഞാൽ എവിടെയും കയറാം. അങ്ങനെയൊക്കെ കുറെ സിസ്റ്റം ഓഫ് സാധനങ്ങൾ നമുക്ക് ഈ പറഞ്ഞ കോയിനുകളിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ ഗോൾഡ്, സിൽവർ, ബ്രോൺസ് എന്നൊക്കെ പറഞ്ഞിട്ട് കാറ്റഗറൈസേഷൻ നമുക്ക് അവിടെ കാണാൻ പറ്റും കേട്ടോ. അപ്പൊ ന്യൂമിസ്മാറ്റിക്സ് എന്ന് പറഞ്ഞ സാധനം സോഷ്യൽ സയൻസിൽ ഹിസ്റ്ററിയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു സോഴ്സ് ആണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ചാപ്റ്ററിൽ ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട് വേണ്ടത്. അപ്പൊ ഈ ചാപ്റ്ററിൽ നിങ്ങൾക്ക് എക്കണോമിക്സ് പഠിക്കാനുണ്ട്, ജോഗ്രഫി എന്താണെന്ന് അറിയാനുണ്ട്, പൊളിറ്റിക്കൽ സയൻസിൽ എങ്ങനെയാണ് സോഷ്യൽ സയൻസുമായി കണക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് അറിയാനുണ്ട്. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഇതേപോലുള്ള വീഡിയോസ് ഇനിയും വേണമെങ്കിൽ ജസ്റ്റ് കമന്റ് ബോക്സിൽ എസ് ആർ എന്ന് പറയാം. ഇനി നമുക്ക് വീണ്ടും ഇതുപോലുള്ള കുറെ കാര്യങ്ങളായിട്ട് ഇനിയും വരുന്നതായിരിക്കും ഹരി സാർ നിങ്ങളുടെ മുന്നിലേക്ക്. അപ്പോൾ താങ്ക് യു സോ മച്ച് മക്കളെ. നമ്മൾ ബാച്ചിലേക്ക് ജോയിൻ ചെയ്ത് പഠിക്കുക. ബാച്ചിലേക്ക് ഈ ചാപ്റ്റർ ഓൾറെഡി നമ്മൾ ഫിനിഷ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ബാച്ചിൽ ജോയിൻ ചെയ്ത് പഠിക്കേണ്ടവർക്ക് ഉറപ്പായിട്ട് നമ്മൾ ബാച്ചിലേക്ക് ജോയിൻ ചെയ്ത് പഠിക്കാം. നമുക്ക് ഇനിയും കാണാം. അൻറ്റിൽ സീ യു, ബൈ ബൈ.